ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. നോക്കാം ഉച്ചവരെയുള്ള പ്രധാന വാർത്തകൾ. ക്ഷേമ പെൻഷൻ തട്ടിപ്പ് സർക്കാരിന്റെ അറിവോടെ 9,000 ജീവനക്കാർ പണം തട്ടിയെന്ന് 2023 CAG റിപ്പോർട്ടിൽ. എന്നിട്ടും നടപടിയെടുത്തില്ല. ജനം ബ്രേക്കിംഗ്. കണ്ണിൽ പൊടിയിടാൻ കോട്ടക്കൽ നഗരസഭയിൽ വിജിലൻസ് അന്വേഷണം. ആഡംബര കാറുടമകൾ വരെ പെൻഷൻ പട്ടികയിലെന്ന് കണ്ടെത്തൽ. നയാ പൈസ ഇല്ലെങ്കിലും ധൂർത്തോട് ധൂർത്ത്. കോടികൾ പൊടി പൊടിച്ച് കരുതലും കൈത്താങ്ങും അദാലത്ത്. ഉദ്ഘാടന ചടങ്ങിന് മാത്രം 26 ലക്ഷം. ജനം ബ്രേക്കിംഗ്. ADMന്റെ മരണത്തിൽ ഉരുണ്ട് കളിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. കൈക്കൂലി ആരോപിച്ച് പ്രശാന്തൻ പരാതി നൽകിയോ എന്ന വിവരാവകാശ രേഖയ്ക്ക് മറുപടിയില്ല. വീണ്ടും കണ്ണൂർ ജില്ലാ കളക്ടറുടെ മൊഴിയെടുത്ത അന്വേഷണ സംഘം. കരുനാഗപ്പള്ളിയിൽ CPM വിഭാഗീയത തെരുവിൽ. ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പരസ്യ പ്രതിഷേധവുമായി ഒരു വിഭാഗം. പ്രകടനം സേവ് CPM പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ച്. കൊല്ലം ആലപ്പാട് നോർത്ത് ലോക്കൽ സമ്മേളനത്തിലും കയ്യാങ്കളി. ശബരിമലയിലെ മാലിന്യ പ്രശ്നത്തിൽ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. 15 ഭക്തർ എത്തിയിട്ടും 27-നാണോ വൃത്തിയാക്കുന്നതെന്ന് ചോദ്യം. ഇടപെടൽ ജനം TV വാർത്തയ്ക്ക് പിന്നാലെ. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ രൂക്ഷ അതിക്രമം. ചിറ്റഗോങ്ങിൽ ഒരു ക്ഷേത്രം കൂടി തകർത്തു. ചിന്മയ കൃഷ്ണദാസിന്റെ അറസ്റ്റിൽ ലോകവ്യാപക പ്രതിഷേധം. മഞ്ഞുമ്മൽ ബോയ്സിന്റെ അണിയറയിൽ വൻ നികുതി വെട്ടിപ്പ്. പറവ ഫിലിംസ് 60 കോടി വെട്ടിച്ചെന്ന് കണ്ടെത്തൽ. സോബിൻ ഷാഹിറിന്റെ വിശദീകരണം തേടും. സിനിമയുടെ വരുമാനം കേന്ദ്രീകരിച്ച് അന്വേഷണം. സംഭൽ അക്രമത്തിൽ ജുഡീഷ്യൽ അന്വേഷണം. 3-അംഗ സമിതിയെ ചുമതലപ്പെടുത്തി UP സർക്കാർ. പ്രദേശത്ത് കടുത്ത നിയന്ത്രണങ്ങൾ. നോക്കാം ഈ വാർത്തകളുടെ എല്ലാം വിശദാംശങ്ങൾ. സർക്കാർ ജീവനക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിയെടുത്തത് സർക്കാർ നേരത്തെ അറിഞ്ഞിരുന്നു. 2023 CAG റിപ്പോർട്ടിലാണ് 9,000-ലധികം സർക്കാർ ഉദ്യോഗസ്ഥർ അനധികൃതമായി പണം തട്ടിയെടുത്തതായി കണ്ടെത്തിയത്. സർക്കാരിന് ഈ ഇനത്തിൽ 40 കോടിയിലധികം രൂപ നഷ്ടം വന്നുവെന്നും കണ്ടെത്തൽ. അതേസമയം തട്ടിപ്പ് നടത്തിയ ഗസറ്റഡ് റാങ്ക് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാനും സാധ്യതയില്ല. 2022 കണക്കുകൾ പ്രകാരം 9,000-ലധികം സർക്കാർ ഉദ്യോഗസ്ഥരുകൾ അനധികൃതമായി പെൻഷൻ തുക വാങ്ങുന്നതായി കണ്ടെത്തിയിരുന്നു. ഇതിൽ 400 പേരെ പുറത്താക്കിക്കൊണ്ട് പുതിയ പെൻഷൻ പട്ടിക പ്രഖ്യാപിച്ചു. ഈ പെൻഷൻ പട്ടികയിൽ പ്രകാരമാണ് സംസ്ഥാനത്ത് നിലവിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വിതരണം ചെയ്യുന്നത്. അതിലാണ് 1458 പേരെ വീണ്ടും അനധികൃതമായി പെൻഷൻ കൈപ്പറ്റുന്നതായി കണ്ടെത്തിയത്. മസ്റ്ററിംഗ് സമയത്തുണ്ടായ തിരിമറിയായിരിക്കാം ഇത്തരത്തിൽ അനധികൃതമായി വീണ്ടും ഉദ്യോഗസ്ഥർ പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ടതെന്നാണ് തദ്ദേശ വകുപ്പിന്റെയും ധനവകുപ്പിന്റെയും നിഗമനം. നിലവിൽ അനർഹരായി കണ്ടെത്തിയ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പട്ടിക അതത് വകുപ്പുകളിലേക്ക് ധനവകുപ്പ് കൈമാറിയിട്ടുണ്ട്. ഇവരിൽ നിന്നും അനധികൃതമായി കൈപ്പറ്റിയ തുക പലിശ സഹിതം തിരിച്ചു പിടിക്കണമെന്നാണ് ധനവകുപ്പിന്റെ നിർദ്ദേശം. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഏതാണ്ട് 40 കോടിയോളം രൂപ പെൻഷൻ തട്ടിപ്പ് നടത്തിയ ഇനത്തിൽ മാത്രം നഷ്ടം വന്നിട്ടുണ്ടെന്നാണ് നിലവിൽ ലഭിക്കുന്ന കണക്കുകൾ. അതേസമയം നിലവിൽ തട്ടിപ്പ് നടത്തിയ ഗസറ്റഡ് റാങ്ക് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള സാധ്യത മുന്നിൽ കാണുന്നില്ല. അത്തരത്തിൽ ഒരു ശുപാർശയും ധനവകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പോ മുന്നോട്ട് വെക്കുന്നതുമില്ല. നിലവിൽ ഈ തുക തിരിച്ചു പിടിച്ച് വിവാദങ്ങൾ ഒതുക്കി തീർക്കുക എന്ന് മാത്രമാണ് സർക്കാരിന്റെ മുന്നിലുള്ള മാർഗം. ജനം, തിരുവനന്തപുരം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്രമക്കേട് നടപടികളിലേക്ക് ധനവകുപ്പ്. തട്ടിപ്പിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് നടപടിക്ക് ധനവകുപ്പിന്റെ ശുപാർശ. പെൻഷൻ അർഹത സംബന്ധിച്ച് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെയും വിജിലൻസ് അന്വേഷണം. ഏറ്റവും കൂടുതൽ ക്രമക്കേടുകൾ കണ്ടെത്തിയ കോട്ടക്കൽ നഗരസഭയിലെ ഉദ്യോഗസ്ഥരെയാണ് ആദ്യഘട്ടത്തിൽ നടപടിക്ക് ശുപാർശ ചെയ്തത്.
കരുനാഗപ്പള്ളി CPM-ൽ പൊട്ടിത്തെറി. ഒരു വിഭാഗം പ്രവർത്തകർ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തുകയാണ്. ഇന്നലെ നടന്ന ലോക്കൽ സമ്മേളനത്തിൽ കയ്യാങ്കളി ഉണ്ടായതിന് പിന്നാലെയാണ് തെരുവിലെ പ്രതിഷേധം. മനോജ് ചേരുന്നു വിവരങ്ങളുമായി. മനോജ്, ഈ CPM-ലെ പൊട്ടിത്തെറി കയ്യാങ്കളിയിലെത്തിയിരുന്നു. അവിടെ നിന്ന് തെരുവിലേക്ക്, അതായത് ഒരു വിഭാഗം പ്രവർത്തകർ CPM-നെ രക്ഷിക്കൂ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധ പ്രകടനം നടത്തുകയാണ്. വിവരങ്ങൾ എന്താണ്? വീണ, ഇന്ന് രാവിലെ തന്നെ സേവ് CPM എന്നുള്ള പോസ്റ്ററുകൾ ഈ കരുനാഗപ്പള്ളി മേഖലയിലൊക്കെ ചുമരുകളിൽ പതിപ്പിച്ചിരുന്നു. പിന്നാലെ തന്നെയാണ് ഇപ്പോൾ പ്രതിഷേധവുമായി ഒരു വിഭാഗം പ്രവർത്തകർ ഈ CPM ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ കുലശേഖരപുരം അതുപോലെ തന്നെ ആലപ്പാട് നോർത്ത് CPM ലോക്കൽ സമ്മേളനങ്ങളൊക്കെ കയ്യാങ്കളി നടന്നിരുന്നു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ അവിടെ എത്തിയ സംസ്ഥാന നേതാക്കളെ പൂട്ടിയിടുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് പോലീസ് എത്തിയാണ് ഇവരെ പിരിച്ചുവിട്ടത്. അത്തരത്തിൽ നിരന്തരമായി ലോക്കൽ സമ്മേളനങ്ങളിൽ ഈ പ്രതിഷേധങ്ങൾ ഉയരുന്നു. ഇതിന് കാരണം അവിടേക്ക് നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നവർക്കെതിരെ തന്നെ പീഡന പരാതി ഉൾപ്പെടെ നൽകിയിരുന്നു എന്നുള്ളതാണ്. അതിൽ ഒരു നടപടിയും ഉണ്ടായില്ല. അല്ലെങ്കിൽ അത്തരത്തിൽ ആരോപണ വിധേയരായവരെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിനെതിരെ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം ഉയർന്നിരുന്നു. ഇരു വിഭാഗങ്ങളും തമ്മിലാണ് അവിടെ ഏറ്റുമുട്ടിയിട്ടുള്ളത്. നേരത്തെ DYFI നേതൃത്വവും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ ഈ പ്രവർത്തകരൊക്കെ ചേർന്നുകൊണ്ട് CPM ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിലേക്ക് ഈ പ്രതിഷേധ പ്രകടനവുമായി എത്തിയത്. നിരവധി പ്രവർത്തകരാണ് സേവ് CPM എന്നുള്ള പ്ലക്കാർഡുകളും ഏന്തിക്കൊണ്ട് ഈ ഒരു പ്രതിഷേധവുമായി CPM ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിലേക്ക് എത്തിയത്. മുന്നിൽ പോലീസ് ഉണ്ടായിരുന്നു. തുടർന്ന് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് അവിടെ ഇരുന്ന് ഈ കുത്തിയിരുന്ന് തന്നെ പ്രതിഷേധിക്കുകയാണ്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഈ പ്രവർത്തകർക്ക് നേതൃത്വം നൽകി മുന്നോട്ട് വരുന്നത്. എന്തായാലും CPM-ൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധി തന്നെയാണ് കൊല്ലം ജില്ലയെ സംബന്ധിച്ചുണ്ടായിരിക്കുന്നത്. കാരണം ജില്ലാ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ നടത്താതിരുന്ന ലോക്കൽ സമ്മേളനങ്ങൾ, അതായത് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള തർക്കങ്ങൾ നിലനിന്നിരുന്നതിനാൽ ഈ ലോക്കൽ സമ്മേളനങ്ങളൊന്നും പൂർത്തീകരിക്കാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് എത്രയും വേഗം തന്നെ ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തിയാക്കണമെന്നുള്ള നിർദ്ദേശത്തിന് പിന്നാലെയാണ് ഈ ലോക്കൽ സമ്മേളനം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചേർന്നത്. എന്നാൽ അത് പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. കാരണം ഇത്തരത്തിലുള്ള തർക്കങ്ങളൊക്കെ വീണ്ടും ഉയർന്നു. ഈ പ്രതിഷേധം രൂക്ഷമായതിനെ തുടർന്ന് തന്നെ ലോക്കൽ സമ്മേളനങ്ങളൊക്കെ അലങ്കോലമാകുന്ന ഒരു സാഹചര്യം. പിന്നാലെയാണ് പ്രവർത്തകർ ഇത്തരത്തിലൊരു മുദ്രാവാക്യവുമായി ഈ ഒരു പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. എന്തായാലും രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഈ നേതൃത്വത്തിനെതിരെ ഉയർന്നിരിക്കുന്നത്. മനോജ്, വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ പ്രതിഷേധങ്ങളും വിഭാഗീയതയൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലെ തെരുവിലേക്ക് ഇറങ്ങി പാർട്ടിയെ ഒന്നടങ്കം പ്രതിരോധത്തിലാക്കുന്ന ഒരു അവസ്ഥ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. ഇത് CPM-ൽ ആദ്യമാണ്. CPM-ന്റെ സംവിധാനങ്ങളിലും ഒരുപക്ഷെ ഇത്തരം ഒരു പ്രതിഷേധം നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ ഇതൊരു സൂചന മാത്രമായി കണക്കാക്കേണ്ടി വരും. തീർച്ചയായും ഇത് വനിതകൾ ഉൾപ്പെടെ ഇത്തരത്തിൽ പാർട്ടിക്കെതിരെ, അതായത് പാർട്ടി ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ തന്നെ രംഗത്തിറങ്ങുന്ന സാഹചര്യമാണ്. അവരൊക്കെ പറയുന്നുണ്ട്, കാരണം ഇതിലൊരു നടപടി ഉണ്ടെങ്കിൽ മാത്രമേ തങ്ങൾ ഈ ഒരു പ്രതിഷേധം അവസാനിപ്പിക്കുകയുള്ളൂ. കാരണം നേരത്തെ തന്നെ നേതാക്കളോടടക്കം ഇത്തരത്തിലുള്ള ആരോപണങ്ങളും അതോടൊപ്പം പരാതികളും ഒക്കെ തന്നെ അവർക്ക് മുന്നിൽ നിരത്തിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ്. അവരെ തന്നെ വീണ്ടും നേതൃസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു. ചിലരുടെ താല്പര്യത്തിനനുസരിച്ച് തന്നെ പാർട്ടിയെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെയാണ് ഈ ഒരു വിഭാഗം പ്രവർത്തകർ ഇത്തരത്തിലൊരു പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. തെരുവിലിറങ്ങി തന്നെയാണ് പ്രതിഷേധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമ്പോൾ ജില്ലാ നേതൃത്വത്തിനടക്കം വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട്. സംസ്ഥാന നേതൃത്വത്തിലേക്ക് നിർദ്ദേശപ്രകാരം എത്രയും വേഗം ഈ ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തിയാക്കി മുന്നോട്ട് പോകണമെന്നായിരുന്നു ഈ ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം. അത് തന്നെയാണ് ഏരിയ കമ്മിറ്റികൾക്കും നിർദ്ദേശം നൽകിയിരുന്നത്. എന്നാൽ അതിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുകയാണ്. ഇങ്ങനെയുള്ള നേതാക്കളെ ഇനിയും പാർട്ടി ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ തങ്ങൾ ഇതിലും വലിയ പ്രതിഷേധത്തിലേക്ക് പോകുമെന്നാണ് അവിടെയുള്ള പ്രവർത്തകരൊക്കെ തന്നെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും കരുനാഗപ്പള്ളി മേഖലയെ സംബന്ധിച്ചിടത്തോളം നിരവധിയായി ഇത്തരത്തിൽ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഈ പ്രതിഷേധങ്ങൾ ഉയരുന്ന സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സമ്മേളനത്തിനിടയിൽ ഒരു വിഭാഗം പ്രവർത്തകർ ഈ ജനാധിപത്യം സംരക്ഷിക്കൂ എന്നുള്ള മുദ്രാവാക്യം ഒക്കെ ഉയർത്തി ആ സമ്മേളന നഗരിയിൽ തന്നെ വലിയ തരത്തിലൊരു വാക്പോരിലേക്ക് കടന്നു, കയ്യാങ്കളിയിലേക്ക് കടന്നു. പിന്നാലെ ഇപ്പോൾ ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിലേക്ക് തന്നെ ഈ ഒരു പ്രവർത്തകർ എത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അവരുടെ കയ്യിലൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഈ പാർട്ടിയെ സംരക്ഷിക്കുക എന്നുള്ള ഒരു മുദ്രാവാക്യമാണ് അവർ ഈ പ്ലക്കാർഡുകളിലൊക്കെ തന്നെ ഉയർത്തി കാണിക്കുന്നത്. അത്തരത്തിൽ ആരോപണ വിധേയരായിട്ടുള്ള ഈ നേതാക്കളെ അവർക്കെതിരെ നടപടിയെടുക്കുക, അവരെ വീണ്ടും നേതൃസ്ഥാനത്തേക്ക് പരിഗണിക്കരുത് എന്നുള്ള ആവശ്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഉയരുന്നത്. എന്തായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവർത്തകർ തെരുവിലിറങ്ങി പ്രതിഷേധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതൃപ്തി അത് വ്യക്തമാണ്. എല്ലാ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് ഏരിയ കമ്മിറ്റി മാത്രമല്ല, ഇത്തരത്തിൽ പ്രാദേശിക തലങ്ങളിലും അത് നേതൃത്വത്തിനെതിരെ ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. എന്തായാലും CPM
ഇതിൽ കൃത്യമായ ഒരു നടപടി എടുത്തില്ലെങ്കിൽ വലിയ തരത്തിലൊരു കൊഴിഞ്ഞുപോക്ക് പാർട്ടിയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ പ്രവർത്തകർ സൂചന നൽകിയിരിക്കുന്നത്. തങ്ങൾക്ക് ഈ പാർട്ടിക്കുള്ളിൽ നീതി ലഭിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ പാർട്ടി ശരിയായ രീതിയിൽ ഇത് കൈകാര്യം ചെയ്തില്ലെങ്കിൽ എന്തായാലും ഇനി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തങ്ങളില്ല എന്നുള്ള കാര്യമൊക്കെയാണ് ഇവിടെ പ്രവർത്തകർ വ്യക്തമാക്കുന്നത്. വീണ. ഓക്കെ, ശരി മനോജ്. ഏതായാലും ഇത് CPM-ൽ കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. പൊട്ടിത്തെറി തെരുവിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു വിഭാഗം പ്രവർത്തകർ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് സേവ് CPM എന്ന ബാനറുകളുമേന്തി പ്രതിഷേധ പ്രകടനം നടത്തുകയാണ്. ഇന്നലത്തെ കയ്യാങ്കളി ഉണ്ടായതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ തെരുവിൽ ഈ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. ഇത് പാർട്ടിയെ ഒന്നടങ്കം പ്രതിരോധത്തിലാക്കുന്ന കാഴ്ചയുമാണ്. ADM നവീൻ ബാബുവിനെതിരെ കൈക്കൂലി ആരോപണം ഉന്നയിച്ച് TV പ്രശാന്തൻ പരാതി നൽകിയിരുന്നോ എന്ന വിവരാവകാശ ചോദ്യത്തിന് മറുപടി നൽകാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ്. പരാതിയുടെ കൃത്യമായ കാലയളവില്ലാതെ മറുപടി നൽകാൻ കഴിയില്ല എന്നാണ് വിശദീകരണം. TV പ്രശാന്തൻ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിലെ പൂർണ്ണ വിവരങ്ങൾ വെച്ചായിരുന്നു വിവരാവകാശം നൽകിയത്. മിഥുൻ ചേരുന്ന വിവരങ്ങളുമായി. മിഥുൻ, എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിരുന്നു എങ്കിലും മറുപടി എന്താണ് ലഭിച്ചത്? വീണ, ADM നവീൻ ബാബുവിനെതിരെ കണ്ണൂർ സ്വദേശിയായ TV പ്രശാന്തൻ ഒരു അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ട് വിജിലൻസിന് പരാതി നൽകിയിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഈ കാര്യത്തെ സംബന്ധിച്ച് വിവരാവകാശം ചോദിച്ചതിനാണ് ഇത്തരത്തിൽ കൃത്യമായ മറുപടി നൽകാതെ അപേക്ഷ തള്ളുന്ന ഒരു മുഖ്യമന്ത്രി ഓഫീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. പരാതിയുടെ കൃത്യമായ കാലയളവില്ലാതെ മറുപടി നൽകാൻ കഴിയില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. TV പ്രശാന്തൻ മുഖ്യമന്ത്രിക്ക് നൽകിയ ആ കത്തിലെ പൂർണ്ണ വിവരങ്ങൾ ഉൾപ്പെടെ വെച്ചാണ് ഈ കണ്ണൂർ ഇരിക്കൂർ മണ്ഡലത്തിലെ മുസ്ലിം ലീഗ് നേതാവായ TN ഖാദർ ഒരു വിവരാവകാശ അപേക്ഷ നൽകിയത്. എന്നാൽ ഇതിനാണ് ഇത്തരത്തിൽ ഒരു കൃത്യമായ മറുപടി നൽകാതെ ആ അപേക്ഷ തള്ളുന്ന ഒരു സാഹചര്യമുണ്ട്. നിരവധി പരാതികളാണ് ഓരോ ദിവസവും പൊതുജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. ആയതിൽ നിന്ന് പരാതി സമർപ്പിച്ച വ്യക്തിയുടെ പേര്, വിലാസം, മൊബൈൽ നമ്പർ, പരാതി സമർപ്പിച്ച കാലയളവ് തുടങ്ങിയ വിവരങ്ങൾ ലഭ്യമായെങ്കിൽ മാത്രമേ ഒരു പരാതി കണ്ടെത്താൻ കഴിയുള്ളൂ. ഏത് കാലയളവിൽ സമർപ്പിച്ച പരാതിയാണ് എന്ന് താങ്കളുടെ വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കിയിട്ടില്ല. അതിനാൽ പരാതി കണ്ടെത്തുവാൻ പര്യാപ്തമായ വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തി അപേക്ഷ കൊടുക്കണമെന്നാണ് പറഞ്ഞത്. എന്നാൽ കൃത്യമായി ഈ കത്തടക്കം, അതായത് TV പ്രശാന്തൻ കൊടുത്തു എന്ന് പറയുന്ന കത്തടക്കം വെച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഈ ഒരു വിവരാവകാശ അപേക്ഷ സമർപ്പിച്ചത്. അതിന് കൃത്യമായ ഒരു മറുപടി നൽകാതെ തള്ളുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വീണ. ഓക്കെ, ശരി മിഥുൻ. അതേസമയം ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കളക്ടർ അരുൺ K. വിജയന്റെ മൊഴി അന്വേഷണ സംഘം വീണ്ടും രേഖപ്പെടുത്തി. അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ TK രത്നകുമാർ, ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരി എന്നിവർ കളക്ടറുടെ ക്യാമ്പ് ഓഫീസിലെത്തിയാണ് മൊഴിയെടുത്തത്. തെറ്റുപറ്റിയെന്ന് ADM K. നവീൻ ബാബു പറഞ്ഞെന്ന കളക്ടറുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം രണ്ടാമതും മൊഴിയെടുത്തത്. ഒക്ടോബർ 22-ന് പോലീസിന് നൽകിയ മൊഴിയിൽ പറഞ്ഞ കാര്യങ്ങൾ മിക്കതും കളക്ടർ രണ്ടാമത്തെ മൊഴിയെടുപ്പിലും ആവർത്തിച്ചു. TV പ്രശാന്തന് പെട്രോൾ പമ്പ് അനുവദിക്കുന്നതിന് NOC ലഭിച്ചതുമായി ബന്ധപ്പെട്ട കാര്യം PP ദിവ്യ യോഗത്തിൽ പറഞ്ഞ അറിവ് മാത്രമാണ് തനിക്കുണ്ടായിരുന്നത് എന്ന് കളക്ടർ പറഞ്ഞു. നവീൻ ബാബുവുമായി നല്ല ബന്ധമാണെന്നും കളക്ടർ പറഞ്ഞതായി സൂചനയുണ്ട്. വകുപ്പുതല അന്വേഷണം നടത്തിയ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ A. ഗീതയ്ക്കും ഇതേ മൊഴി നൽകിയെന്ന് കളക്ടർ പറഞ്ഞിരുന്നു. എന്നാൽ നവീൻ ബാബുവിന്റെ മരണത്തിന് തൊട്ടുപിന്നാലെ കളക്ടർ നൽകിയ പ്രാഥമിക റിപ്പോർട്ടിൽ ഇത്തരമൊരു പരാമർശം ഉണ്ടായിരുന്നില്ല. അതേസമയം CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ADM-ന്റെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചതിന് പിന്നാലെ കണ്ണൂർ ജില്ലാ കളക്ടറെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളും രംഗത്തെത്തിയിട്ടുണ്ട്. ജനം, കണ്ണൂർ. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും അദാലത്തിനായി കോടികൾ ചെലവഴിക്കാൻ സർക്കാർ. കരുതലും കൈത്താങ്ങും അദാലത്തിനായാണ് 3 കോടിയോളം രൂപ ചെലവഴിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിന് മാത്രം 26 ലക്ഷം രൂപ ചെലവഴിക്കാനാണ് നീക്കം. കോടികൾ ചെലവഴിച്ച മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിന് പിന്നാലെയാണ് വീണ്ടും മന്ത്രിമാർ അദാലത്തുകളുമായി താലൂക്കുകളിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ തവണ നടത്തിയതുപോലെ കരുതലും കൈത്താങ്ങുമെന്ന പേരിലാണ് ഇത്തവണയും അദാലത്ത്. ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനെന്ന പേരിൽ സംഘടിപ്പിക്കുന്ന അദാലത്തിനായി പക്ഷേ കോടികളാണ് ചെലവഴിക്കുന്നത്. 26 ലക്ഷം രൂപയ്ക്കടുത്ത് ഉദ്ഘാടനത്തിന് മാത്രം ചെലവഴിക്കാനാണ് അനുമതി. 3 ലക്ഷം രൂപ ഓരോ താലൂക്കിലും മന്ത്രിമാർ സംഘടിപ്പിക്കുന്ന അദാലത്തിനായി ചെലവഴിക്കും. ഇതുപ്രകാരം കണക്ക് കൂട്ടിയാൽ അദാലത്ത് കഴിയുമ്പോൾ 3 കോടി രൂപയ്ക്കടുത്ത് ആകെ ചെലവ് വരും. കഴിഞ്ഞ തവണ നടത്തിയ അദാലത്തിലെ പരാതികൾ ഇനിയും പരിഹരിക്കപ്പെടാത്തതിൽ വ്യാപക വിമർശനം ഉയർന്നിരുന്നു. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ നൽകിയ പരാതികളും പരിഹരിക്കപ്പെട്ടിട്ടില്ല.
ഇതിനൊപ്പമാണ് കോടികൾ ചെലവഴിച്ച മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനമുള്ളത്. ഇവിടെയും പരാതികൾ കെട്ടിക്കിടക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധി കാരണം സംസ്ഥാനത്ത് അർഹമായ ആനുകൂല്യങ്ങൾ പോലും മുടങ്ങുന്നുണ്ട്. ഇതാണ് പരാതികളായി പ്രധാനമായും എത്തുക. അതിനാൽ തന്നെ ഇതിന് ഉടൻ പരിഹാരം കാണാനാകില്ലെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ പോലും സമ്മതിക്കുന്നുണ്ട്. യാഥാർത്ഥ്യം ഇതാണെന്നിരിക്കെയാണ് കോടികൾ ചെലവഴിച്ച വീണ്ടും അദാലത്ത് മാമാങ്കം നടത്തുന്നത്. വർഷം തോറും കൊട്ടിഘോഷിച്ച് നടത്തുന്ന ഇത്തരം അദാലത്തുകളും നവകേരള സദസ്സുമൊക്കെ വെറും പ്രഹസനം മാത്രമായി മാറുകയാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകാൻ പോലും കടമെടുക്കേണ്ട ഗതികേടിനിടെയാണ് ഈ രീതിയിൽ കോടികൾ ചെലവഴിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ആർ രാജീവ്, ജനം. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. രാജ്യസഭയും ലോക്സഭയും തിങ്കളാഴ്ചത്തേക്ക് പിരിഞ്ഞു. അദാനി സംഭൽ വിഷയങ്ങൾ ഉന്നയിച്ചാണ് പ്രതിപക്ഷം സഭാ നടപടികൾ അലങ്കോലപ്പെടുത്തിയത്. സംഭൽ അക്രമത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ട ഉത്തർപ്രദേശ് സർക്കാർ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ 3-അംഗ കമ്മിറ്റി രൂപീകരിച്ചു. വെള്ളിയാഴ്ച പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിൽ പ്രദേശത്ത് കനത്ത സുരക്ഷ ഏർപ്പെടുത്തി. മസ്ജിദിൽ സർവേ നടത്തുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിൽ ഉണ്ടായ നാശനഷ്ടം പ്രതികളിൽ നിന്ന് ഈടാക്കുമെന്ന് UP സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ഉത്തർപ്രദേശിൽ സംഭലിൽ തർക്കം നിലനിൽക്കുന്ന ഷാഹി ജമാ മസ്ജിദിൽ സർവേ നടത്താനെത്തിയവരെ ആക്രമിച്ചതും തുടർന്നുണ്ടായ സംഘർഷത്തിലും സർക്കാർ ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു. റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ദേവേന്ദ്രകുമാർ അറോറയുടെ നേതൃത്വത്തിലുള്ള 3-അംഗ സമിതിക്കാണ് അന്വേഷണ ചുമതല. വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ച മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സംഘർഷത്തിലുണ്ടായ നാശനഷ്ടങ്ങൾ പ്രതികളിൽ നിന്ന് ഈടാക്കുമെന്നും വ്യക്തമാക്കി. സംഭലിൽ ഹരിഹർ ക്ഷേത്രത്തിന് മുകളിലാണ് മുഗൾ കാലഘട്ടത്തിൽ നിർമ്മിച്ച ജമാ മസ്ജിദ് നിലനിൽക്കുന്നതെന്നും ആരാധനാവകാശം നൽകണമെന്നും ആവശ്യപ്പെട്ട് ഹിന്ദു സമൂഹത്തിന്റെ ഹർജി ജില്ലാ കോടതിക്ക് മുൻപിലുണ്ട്. ഈ കേസിൽ കോടതി ഉത്തരവ് പ്രകാരം സർവേ നടത്താനെത്തിയ ഉദ്യോഗസ്ഥരെയും പോലീസിനെയുമാണ് മസ്ജിദിന് സമീപം ആക്രമിച്ചത്. തുടർന്നുണ്ടായ സംഘർഷത്തിലും വെടിവെപ്പിലും 5 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. കടകൾ തീവെച്ച് നശിപ്പിച്ചു. കേസിൽ 30-ലധികം പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തു. നിലവിൽ സ്ഥിതി ശാന്തമാണെങ്കിലും നിരോധനാജ്ഞ നിലനിൽക്കുന്നുണ്ട്. പ്രദേശത്ത് പോലീസ് ഫ്ലാഗ് മാർച്ച് നടത്തി. ജനം, ഡൽഹി. ഉത്തർപ്രദേശിൽ സംഭലിൽ ഷാഹി ജമാ മസ്ജിദിൽ ജില്ലാ കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള സർവേ നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ ഉത്തരവിട്ട സുപ്രീം കോടതി. വിഷയത്തിൽ ഹൈക്കോടതി വാദം കേട്ട് തീരുമാനമെടുക്കുന്നതുവരെ തുടർ നടപടികൾ ഉണ്ടാകരുതെന്നും കോടതി വ്യക്തമാക്കി. സർവേ നടപടി ചോദ്യം ചെയ്ത് മസ്ജിദ് കമ്മിറ്റി നൽകിയ ഹർജിയിലാണ് നടപടി. വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാനും മസ്ജിദ് കമ്മിറ്റിയോട് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിച്ചു. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തുടരുന്നു. ചിറ്റഗോങ്ങിൽ വീണ്ടും ക്ഷേത്രം തകർത്തു. പ്രതിഷേധം ശക്തമാക്കി ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹവും VHP ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകളും. അതേസമയം ഇസ്കോൺ നിരോധിക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളിയത് ഇടക്കാല സർക്കാരിന് തിരിച്ചടിയായി. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളിലും ആചാര്യൻ ചിന്മയ കൃഷ്ണദാസിന്റെ അറസ്റ്റിലും പ്രതിഷേധം ശക്തമാകുന്നതിനിടയിലാണ് ചിറ്റഗോങ്ങിൽ വീണ്ടും ക്ഷേത്രം തകർത്തത്. ചിന്മയ കൃഷ്ണദാസിന്റെ അറസ്റ്റിനെതിരെ ചിറ്റഗോങ്ങിൽ കഴിഞ്ഞ ദിവസം ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധ റാലി നടത്തിയിരുന്നു. ഇതാണ് തീവ്ര ഇസ്ലാമിക സംഘടനകളെ ചൊടിപ്പിച്ചത്. ക്ഷേത്രം തകർത്തവർ പ്രദേശത്തെ ഹിന്ദുക്കളെ ഭീഷണിപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ട്. ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നിട്ടും ന്യൂനപക്ഷങ്ങൾക്ക് നേരെ അതിക്രമം തുടരുന്നതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ധാക്ക ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇന്നും പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ കൊൽക്കത്ത, ജമ്മു, ലക്നൌ തുടങ്ങിയ നഗരങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഹിന്ദു, സിഖ്, പാഴ്സി, ക്രിസ്ത്യൻ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾ കടുത്ത വിവേചനം നേരിടുകയാണെന്നും സുരക്ഷ ഉറപ്പാക്കണമെന്നും ഭാരതം ബംഗ്ലാദേശിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂനപക്ഷ സംരക്ഷണത്തിനായി പ്രതിഷേധം നടത്തിയതിന് രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത ആചാര്യൻ ചിന്മയ കൃഷ്ണദാസ് ജയിലിൽ തുടരുകയാണ്. അതേസമയം ഇസ്കോൺ നിരോധിക്കണമെന്ന ഹർജി ഹൈക്കോടതി തള്ളിയത് തീവ്ര ഇസ്ലാമിക സംഘടനകൾക്കും ഇടക്കാല സർക്കാരിനും കനത്ത തിരിച്ചടിയായി. ജനം, ഡൽഹി. മതമൗലികവാദ സംഘടനയെന്ന് ആരോപിച്ച് ബംഗ്ലാദേശ് സർക്കാർ നിരോധിക്കാൻ നീക്കം നടത്തുന്ന ഇസ്കോൺ സഹായം എത്തിക്കുന്നത് ബംഗ്ലാദേശിലെ സാധാരണക്കാരായ മുസ്ലിങ്ങളടക്കം ആയിരക്കണക്കിന് പേർക്ക്. ബംഗ്ലാദേശിലെ ഉൾഗ്രാമങ്ങളിൽ പാവപ്പെട്ട ജനങ്ങളുടെ ഉന്നമനത്തിനായി ഇസ്കോൺ നടത്തുന്നത് ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. ഇസ്കോണിനെ നിരോധിക്കണമെന്ന ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ ആവശ്യം പുറത്തു വന്നതോടെ സമൂഹ മാധ്യമങ്ങളിലും ഇത് വലിയ ചർച്ചയാവുകയാണ്. ബംഗ്ലാദേശ് ഇസ്കോണിന് നേരെയുള്ള ആക്രമണം ലോകമെമ്പാടും ആശങ്കയോടെയാണ് കാണുന്നത്. ഹിന്ദുക്കൾക്കെതിരെ ഭീഷണി മുദ്രാവാക്യവുമായി ബംഗ്ലാദേശിൽ റാലി. ഇസ്കോണിനെ തുറന്നുകാട്ടും, ഇസ്കോണിന് ബംഗ്ലാദേശിൽ ഇടമില്ല എന്ന രീതിയിലാണ് മുദ്രാവാക്യങ്ങൾ. ന്യൂനപക്ഷങ്ങൾക്കെതിരെ പരസ്യമായി ഭീഷണി ഉയർത്തുന്ന നിലപാടുകൾ ബംഗ്ലാദേശിൽ തുടരുകയാണ്.
കോതമംഗലം കുട്ടമ്പുഴ വനത്തിൽ ഇന്നലെ വൈകിട്ട് കാണാതായ 3 സ്ത്രീകളെയും കണ്ടെത്തി തിരിച്ചെത്തിച്ചു. കാണാതായ പശുവിനെ തിരഞ്ഞ് ഉൾവനത്തിലേക്ക് പോയ ഡാളി സ്റ്റീഫൻ, മായ ജയൻ, പാർക്കുട്ടി കുഞ്ഞുമോൻ എന്നിവരെയാണ് രക്ഷപ്പെടുത്തി തിരികെ നാട്ടിലെത്തിച്ചത്. കാട്ടാനയുടെ മുന്നിൽ അകപ്പെട്ട ശേഷം ഓടി രക്ഷപ്പെട്ട് പാറക്കൂട്ടത്തിന് മുകളിൽ കയറിയിരിക്കുകയായിരുന്നു മൂവരും. ഇന്നലെ ഉച്ചയ്ക്കാണ് മായയെയും പാർക്കുട്ടിയെയും ഡാർലിയെയും കാണാതായത്. മായയുടെ കയ്യിലുള്ള ഫോണിൽ നിന്ന് ഇന്നലെ വൈകിട്ട് 4-ന് ബന്ധുക്കളെ വിളിച്ചപ്പോഴും പാറപ്പുറത്ത് ഇരിക്കുകയാണെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ തിരച്ചിലിറങ്ങിയവർ സംസാരിക്കുന്നതിനിടെ 5 മണിയോടെ ഫോൺ ബന്ധം വിച്ഛേദിക്കപ്പെട്ടതോടെയാണ് ആശങ്കയുടെ നിമിഷങ്ങളിലേക്ക് എത്തിയത്. രാത്രി മുഴുവൻ ഭയപ്പാടോടെ പാറയ്ക്ക് മുകളിൽ കഴിയുകയായിരുന്നെന്ന് രക്ഷപ്പെട്ടെത്തിയ അട്ടിക്കളം സ്വദേശിയായ മായ ജയൻ പറഞ്ഞു. 1 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ആനേനെ കണ്ടു, അതൊരു കൊമ്പനെ കണ്ടു. അപ്പോൾ പയ്യെ അതങ്ങ് മാറി കിടന്നപ്പോൾ ആ പുറകെ നടന്നങ്ങ് ചെന്നു. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ വേറെ കൂട്ടത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കടന്നു പോരാൻ പറ്റാതെ വന്നു. വലിയ പാറയായിരുന്നു, വലിയ പാറയിൽ അങ്ങനെ തന്നെ കയറുമായിരുന്നു, ഒരു കോല് ചാരി. ഇന്ന് രാവിലെ നേരം വെളുത്ത് മാറിയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങി പോകുന്നത്. പിന്നെ വെളുപ്പിനായപ്പോൾ മാറിപ്പോയത്. പിന്നെ ഇരുട്ടായില്ലേ, വെട്ടം വീഴാതെ ഇറങ്ങി പോരാൻ പറ്റില്ലോ. അങ്ങനെ വെട്ടം വീണപ്പോൾ ഞങ്ങൾ ഇറങ്ങി പോകുന്നു. ആശങ്കയോടെ കാത്തിരുന്ന നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ആശ്വാസമായി പുലർച്ചെ തന്നെ ഇവർ സുരക്ഷിതരാണെന്ന വിവരമെത്തിയിരുന്നു. വളരെ സന്തോഷമുണ്ട്. 3 പേര് ഒരുമിച്ചായിരുന്നു. രാവിലെ വിളിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞു. രാത്രിയൊക്കെ വിളിച്ചൊന്നും ഫോൺ കിട്ടിയില്ല. രാവിലെ വിളിച്ചപ്പോൾ കിട്ടി. വനം വകുപ്പ്, ഫയർഫോഴ്സ്, പോലീസ് സംഘങ്ങളാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്നായിരുന്നു രക്ഷാപ്രവർത്തകർ എത്തിയത്. ആനക്കൂട്ടത്തെ കണ്ട് ഇവർക്കും പാറയ്ക്ക് മുകളിലേക്ക് കയറേണ്ടി വന്നു. 15 പേർ വീതമുള്ള 4 സംഘങ്ങളായിരുന്നു തിരച്ചിൽ. ആശങ്കയുടെ ഉൾവനത്തിൽ നിന്നും ആശ്വാസത്തിന്റെ തീരത്തേക്കാണ് ഈ 3 സ്ത്രീകളും എത്തിയത്. കാട്ടാനക്കൂട്ടത്തെ ഭയന്ന് പാറക്കെട്ടുകൾക്ക് മുകളിൽ മണിക്കൂറുകൾ കഴിയേണ്ടി വന്ന ആളുകൾ എന്തു സംഭവിച്ചു എന്ന ആശങ്കയിലും ഭീതിയിലുമായിരുന്നു ഈ നാട്ടിലുണ്ടായിരുന്ന ബന്ധുക്കൾ അടക്കം ഉള്ള ആളുകൾ. നാട്ടുകാരും ബന്ധുക്കളും എല്ലാം തന്നെ, അവർക്കെല്ലാം തന്നെ സന്തോഷകരമായ ഒരു വാർത്തയായി അവർ സുരക്ഷിതരാണ് എന്ന വിവരം ആദ്യം പുറത്തു വന്നു. പിന്നീട് ഈ വഴിയിലൂടെയാണ് അവർ രക്ഷപ്പെട്ട് തിരിച്ചു വന്നത്. അവരെല്ലാവരും തന്നെ ആ ആശ്വാസ തീരത്തേക്ക് അങ്ങനെ സന്തോഷത്തോടെ നടന്നു കയറുകയും ചെയ്തു. ക്യാമറമാൻ വിപിൻ കോറച്ചിറക്കൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി. തിരുവനന്തപുരം കടകംപള്ളി വില്ലേജ് ഓഫീസിൽ ജീവനക്കാർ കൂട്ട അവധിയെടുത്ത് പ്രതിഷേധിച്ച സംഭവത്തിൽ റവന്യൂ മന്ത്രിയുടെ ഇടപെടൽ. അവധിയെടുത്തവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ADM-ന് നിർദ്ദേശം നൽകി. സർട്ടിഫിക്കറ്റ് ആവശ്യത്തിന് വന്ന പ്രാദേശിക ഇടതു നേതാക്കൾ ജീവനക്കാരെ മർദ്ദിച്ചു എന്നാരോപിച്ചായിരുന്നു കൂട്ട അവധി. മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയുടെ കളക്ഷൻ ആനുപാതികമായി നിർമ്മാതാക്കൾ നികുതി അടച്ചിട്ടില്ലെന്ന് കണ്ടെത്തൽ. നടൻ സോബിൻ ഷാഹിറിന്റെ ഓഫീസിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡിലാണ് കണ്ടെത്തൽ. 242 കോടിയുടെ കളക്ഷനാണ് മഞ്ഞുമ്മൽ ബോയ്സ് നേടിയത്. സോബിൻ ഷാഹിറിനെ ആദായ നികുതി വകുപ്പ് ഉടൻ ചോദ്യം ചെയ്യും. പറവ ഫിലിംസ് ഓഫീസിൽ നടത്തിയ റെയ്ഡിന് പിന്നാലെ സൗബിൻ ഷാഹിറിനെ വിശദമായി ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് ആദായ നികുതി വകുപ്പ്. ഇന്നലെ രാത്രി വൈകുവോളം നീണ്ട പരിശോധനയിൽ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട ചില രേഖകൾ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയെന്നാണ് വിവരം. സിനിമാ നിർമ്മാണത്തിന്റെ മറവിൽ കള്ളപ്പണ ഇടപാട് നടത്തിയെന്നാണ് താരം നേരിടുന്ന ആരോപണം. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയുടെ നിർമ്മാണവും കളക്ഷനുമായി ബന്ധപ്പെട്ട രേഖകളാണ് ഉദ്യോഗസ്ഥർ പ്രധാനമായും പരിശോധിച്ചത്. ആദായ നികുതി വകുപ്പിന്റെ കൊച്ചി യൂണിറ്റാണ് അന്വേഷണം നടത്തുന്നത്. ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല. കണക്കുകൾ മറച്ചുവെച്ചുമെന്നുമാണ് ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കുന്നത്. പറവ ഫിലിംസ് നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചും പരിശോധന നടത്തുന്നുണ്ട്. ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ പറവ ഫിലിംസുമായി ബന്ധപ്പെട്ടവർ ലാഭവിഹിതമോ മുടക്കുമുതലോ നൽകാതെ ചതിച്ചെന്നായിരുന്നു ആലപ്പുഴ അരൂർ സ്വദേശിയായ സിറാജ് വലിയ വീട്ടിലിന്റെ പരാതി. തുടർന്നുള്ള അന്വേഷണത്തിൽ ഗുരുതരമായ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. ഈ റിപ്പോർട്ട് പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. പോലീസ് റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ED നേരത്തെ സൗബിനെ ചോദ്യം ചെയ്തിരുന്നു. അന്വേഷണത്തിന്റെ തുടക്കത്തിൽ സിറാജ് പരാതി നൽകിയതിന് തൊട്ടുപിന്നാലെ പോലീസ് മൊഴി രേഖപ്പെടുത്തുകയും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് ബാങ്ക് രേഖകൾ പോലീസ് ശേഖരിക്കുകയും ചെയ്തു. ഇതിൽ നിന്നാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതെന്ന് വ്യക്തമായത്. ക്രിമിനൽ ഗൂഢാലോചന, വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തത്. 7 കോടി രൂപയാണ് സിറാജ് സിനിമയ്ക്കായി നിക്ഷേപിച്ചത്. 22 കോടിയാണ് ചിത്രത്തിന്റെ ആകെ മുടക്കുമുതലെന്നാണ് ഇവർ പരാതിക്കാരനെ ആദ്യം ധരിപ്പിച്ചത്. എന്നാൽ 18.65 കോടി രൂപ മാത്രമായിരുന്നു നിർമ്മാണ ചെലവ്. ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുൻപേ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയായെന്നും നിർമ്മാതാക്കൾ സിറാജിനെ തെറ്റിദ്ധരിപ്പിച്ചു. 1 രൂപ പോലും മുടക്കാത്ത
നിർമ്മാതാക്കൾ പരാതിക്കാരന് പണം തിരികെ നൽകിയില്ല. പറവ ഫിലിംസ് കമ്പനി നടത്തിയത് കരുതിക്കൂട്ടിയുള്ള ചതിയാണെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. 40% ലാഭവിഹിതമാണ് പരാതിക്കാരന് നിർമ്മാതാക്കൾ വാഗ്ദാനം ചെയ്തിരുന്നത്. എന്നാൽ സിനിമ വലിയ ഹിറ്റായിട്ടും ₹1 പോലും നൽകിയില്ല. ഇക്കാര്യം ബാങ്ക് രേഖകളിൽ നിന്ന് വ്യക്തമായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. തനിക്ക് ഏകദേശം 47 കോടിയുടെ നഷ്ടമുണ്ടായെന്നാണ് സിറാജ് പറയുന്നത്. ജനം, കൊച്ചി. വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണം കൊലപാതകമാണെന്ന് ആവർത്തിച്ച് പിതാവ് KC ഉണ്ണി. കൊലപാതകത്തിന് പിന്നിൽ സ്വർണ്ണ മാഫിയയാണെന്നും മരണശേഷമാണ് ഡ്രൈവർ അർജുൻ ക്രിമിനലാണെന്ന് തിരിച്ചറിഞ്ഞതെന്നും പിതാവ്. CBI അന്വേഷണത്തിലും കുടുംബത്തിന് നീതി ലഭിച്ചില്ല. അന്വേഷണ ഉദ്യോഗസ്ഥൻ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നും പിതാവ് KC ഉണ്ണി മാധ്യമങ്ങളോട് പറഞ്ഞു. ബാലഭാസ്കറിന്റെ ഡ്രൈവർ അർജുൻ പെരിന്തൽമണ്ണ സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായ പശ്ചാത്തലത്തിലാണ് KC ഉണ്ണി മാധ്യമങ്ങളോട് സംസാരിച്ചത്. അർജുന്റെ അറസ്റ്റ് മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്ന് പറഞ്ഞ KC ഉണ്ണി ബാലഭാസ്കറിന്റെ മരണം കൊലപാതകമെന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നതായും അറിയിച്ചു. ചാനലിൽ കൂടി അറിഞ്ഞു, മീഡിയ കൂടി അറിഞ്ഞു ഇങ്ങനെ അറസ്റ്റിലായിരുന്നു. അതല്ലാതെ വേറെ ഇൻഫർമേഷൻ ഒന്നുമില്ല. അത് അവനെ കൊന്നതാണെന്നുള്ളത് തന്നെ എനിക്ക് പറയാനുള്ളത്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ശേഷം ആവിഷ്കരിച്ച CBI അന്വേഷണത്തിലും തങ്ങൾക്ക് നീതി ലഭിച്ചില്ല. അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നും ഉണ്ണി ആരോപിച്ചു. അർജുനെതിരെയുള്ള കേസ് കുടുംബം പിൻവലിച്ചാൽ മോട്ടോർ ആക്സിഡന്റ് ക്രൈം ട്രിബ്യൂണലിൽ അർജുൻ നൽകിയ കേസ് പിൻവലിപ്പിക്കാം എന്നായിരുന്നു വാഗ്ദാനം. കാരണം ആ ഒറിജിനൽ കേസ് പിൻവലിക്കാമെങ്കിൽ ഈ MACTയുടെ കേസ് പിൻവലിക്കാമെന്ന് പറഞ്ഞു അനന്തകൃഷ്ണൻ. ഞാൻ പറഞ്ഞു അത് വേണ്ട, നടക്കട്ടെ എന്നല്ല പറഞ്ഞു. ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മിയും കുടുംബവും തങ്ങളോട് സംസാരിക്കാറില്ലെന്നും കാരണം എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ലെന്നും KC ഉണ്ണി പറഞ്ഞു. ലക്ഷ്മിയായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. അവൾ നമ്മളെ ബോയ്ക്കോട്ട് ചെയ്തിരിക്കുകയാണ്. അവർ നമ്മളോട് സംസാരിക്കുമോ, നമ്മൾ അങ്ങോട്ട് വിളിച്ച് അവർ ഫോൺ എടുക്കുമോ, ഒന്നും ചെയ്യില്ല. എന്താണ് കാര്യമെന്ന് അറിഞ്ഞൂടാ. അർജുൻ മുമ്പ് ഒരു ATM കവർച്ച കേസിലും മറ്റൊരു മോഷണ കേസിലും പ്രതിയായിരുന്നു. ബാലഭാസ്കറിന്റെ മരണശേഷമാണ് ഇക്കാര്യം കുടുംബം അറിയുന്നത്. ബാലഭാസ്കറിനെ കൊലപ്പെടുത്തിയത് സ്വർണ്ണക്കടത്ത് സംഘമാണ്. വിഷ്ണു, തമ്പി തുടങ്ങിയ ആളുകളാണ് ഇതിന് പിന്നിലെന്നും കുറച്ചു കാലം ഇവർ ജയിലിലായിരുന്നുവെന്നും KC ഉണ്ണി ആരോപിച്ചു. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ജ്വല്ലറി ഉടമയെ പെരിന്തൽമണ്ണയിൽ വെച്ച് ആക്രമിച്ച് 3.5 കിലോ സ്വർണം കവർന്നത്. കേസിൽ ബാലഭാസ്കറിന്റെ ഡ്രൈവർ അർജുൻ അടക്കം 13 പേരെ പോലീസ് പിടികൂടിയിരുന്നു. ജനം, തിരുവനന്തപുരം. കടപ്പുറം ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് നവജാത ശിശു വൈകല്യത്തോട് ജനിക്കാനിടയായ സംഭവത്തിൽ ആരോഗ്യവകുപ്പ് വിദഗ്ധ സംഘം കുഞ്ഞിനെ പരിശോധിച്ചു. വിദഗ്ധ സംഘത്തിന്റെ പരിശോധനയിൽ തൃപ്തി അറിയിച്ചു കുടുംബം. തുടർ ചികിത്സ സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് നൽകിയ ശേഷമായിരിക്കും തീരുമാനം. ചികിത്സാ രേഖകൾ സംഘം പരിശോധിച്ചു. കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതി വന്ന് അവർക്കെല്ലാം ബോധ്യമായിട്ടുണ്ട്. ഇനി അവർ അന്വേഷണ സംഘം ആരോഗ്യമന്ത്രിക്ക് എന്ത് റിപ്പോർട്ടാണ് കൊടുക്കുന്നത് നോക്കിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ബാക്കി ചികിത്സയും കാര്യങ്ങളും ഉണ്ടാകുക. ഇപ്പം നിലവിൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ പെരുമാറ്റത്തിൽ ഞങ്ങൾ തൃപ്തരാണ്. അവർ എല്ലാവിധ പരിശോധനകളും ചെയ്യാനായിട്ടുള്ള സംവിധാനം ആലപ്പുഴയിൽ തന്നെ ഉണ്ടാക്കി തരാമെന്ന് പറയുകയും ചെയ്തു. ഇവിടെ കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞു. തുടർ ചികിത്സയുടെ കാര്യത്തിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഈ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് തുടർ ചികിത്സയുടെ ഇപ്പോൾ മന്ത്രി ബാലഗോപാൽ സംസാരിക്കുന്നുണ്ട്. തത്സമയം തെറ്റായ കാര്യങ്ങൾക്കെതിരെയുള്ള ശക്തമായ നടപടി ഉണ്ടാവും. അതിന്റെ കാര്യങ്ങളിൽ ആ റിപ്പോർട്ട് ഇന്നിപ്പോൾ പുറത്തുനിന്ന് BMW കാറുള്ള ആൾക്കാരുണ്ട്. അല്ല, അതൊക്കെ ഒരു ഇതുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ടല്ല, ബോധപൂർവം ഉണ്ടാവുന്നതാണ്. ഈ സൂചിപ്പിച്ച കോട്ടക്കൽ നഗരസഭയുമായി ബന്ധപ്പെട്ട് അത് ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പൈലറ്റ് അടിസ്ഥാനത്തിൽ ചില പരിശോധനകൾ നടത്തും, റാൻഡം ചെക്കിങ്. കാരണം ഇത്രയേറെ ആളുകളുണ്ട് അതിനകത്ത്. ഈ 1 ലക്ഷം രൂപയാണ് വരുമാനം, അങ്ങനെയുള്ള പല ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ അല്ലാതെ മേടിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതിനകത്ത് ചെയ്ത ആളുകൾ, അത് കൊടുത്ത് വാങ്ങുന്ന ആളുകൾ, അതിൻ്റെ ഉത്തരവാദിത്വം വഹിച്ച ഉദ്യോഗസ്ഥരൊക്കെ അത്തരം കാര്യങ്ങൾ ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ചൊക്കെ പല റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അതിപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ അതുകൂടെ കൊടുത്തതേ ഉള്ളൂ. അത് അത്തരം അല്ല, അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷിച്ചിട്ട് അത് ഉദ്യോഗസ്ഥ അത് വേറൊരു കേസാണ്. രണ്ട് തരം കേസുകളാണ്. അപ്പോൾ അത് സംബന്ധിച്ച് അതും നോക്കാൻ വേണ്ടിയിട്ട് അയച്ചിട്ടേ ഉള്ളൂ. സ്പാർക്കിലടക്കം ക്രമക്കേട് നടത്തി ഇതിൽ കയറി പറ്റിയ ആൾക്കാർ സ്പാർക്ക് ക്രമക്കേടൊന്നും പറയാൻ പറ്റില്ല. സ്പാർക്ക് ക്രമക്കേടല്ല. അതിപ്പോൾ ഇത് ഓരോ കേസെടുത്ത് നോക്കിയാൽ അറിയൂ. ഇപ്പോൾ ഒരാൾ സർവീസിൽ കയറുന്നതിന് മുമ്പ് ഇത് ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ 60 വയസ്സ് കഴിഞ്ഞുള്ള പെൻഷൻ അല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. പൊതുവിൽ ഇനി അത്തരം ഫോർജറി ഉണ്ടോയെന്ന് അറിയില്ല. പക്ഷേ അവർ ജോലിക്ക് കയറി കഴിഞ്ഞാൽ ഓരോ വർഷവും അവർ മസ്റ്ററിങ് നടത്തുമ്പോഴത്തേക്കും ഞാൻ മറ്റൊന്നും വാങ്ങുന്നില്ല എന്നുള്ള അടിസ്ഥാനത്തിലാണ് മസ്റ്ററിങ് നടത്തുന്നത്. ആ ഉത്തരവാദിത്വം അവർ കാണിച്ചിട്ടുണ്ടോ? അപ്പം എല്ലാവരും ഇത് ഇത്രയും കാലം മേടിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഇത്രയും വലിയ കേസാണല്ലോ. 1400 ചില്ലാൻ പേരുടെ എന്ന് പറഞ്ഞാൽ വരുമ്പോൾ അത് നോക്കേണ്ടത് ആ വകുപ്പുകളാണ്. അതാണ് സംഘടന പറയുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഈ 1458 പേരുടെ ജീവനക്കാരുടെ കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മൊത്തം സർക്കാർ ജീവനക്കാരെയും സംശയം പേരുകൾ പുറത്തുവിടുന്നില്ല.
ഉണ്ടാവുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് അങ്ങനൊരു സംഘടനയുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടു. എന്തിനാണ് അവർ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് നേരത്തെ നിങ്ങൾ പറഞ്ഞില്ലേ ഒരു മുനിസിപ്പാലിറ്റിയിലെ, ഞാൻ ഒരു മുനിസിപ്പാലിറ്റി എൻ്റെ അടുത്ത് പല സ്ഥലത്തും ഉള്ളതുകൊണ്ട് അതൊന്നും അങ്ങനെ വെറുതെ പറയാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇത് പറയാത്തത്. നമ്മളിപ്പോൾ ആളുകളുടെ പേരുകൾ കൃത്യമായി അന്വേഷിക്കാതെ, അന്വേഷണം പ്രാഥമിക അന്വേഷണം വന്നിട്ടുണ്ട്, എന്നാലും ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ അത് പരിശോധിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് പരിശോധിച്ചാൽ നോക്കാതെ വെറുതെ ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആളുകളെ പ്രതിസ്ഥാനത്തിടാൻ പാടില്ല. ഇത് ജീവനക്കാരുടെ സംഘടനയ്ക്കാണ് തോന്നേണ്ട കാര്യം. എന്താ തെറ്റായ കാര്യം ആര് കാണിച്ചാലും അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നല്ലേ ആ സംഘടനകൾ പറയേണ്ടത്. തെറ്റായ കാര്യം വളരെ ചെറിയൊരു വിഭാഗമായിരിക്കും കാണിക്കുന്നത്. അതുകൊണ്ട് മറ്റ് ജീവനക്കാർ ഉത്തരവാദിയാണോ? അല്ലല്ലോ. അതുകൊണ്ട് ആ സംഘടന എന്തുകൊണ്ടാണ് അത് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് കണ്ടു. ഇത് ആ ഒരു വകുപ്പ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ കൺസേൺഡ് ആ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവരത് ചോദിച്ച് അതിലെടുക്കുക എന്നുള്ളതല്ലേ. നമ്മൾ ഇതിനകത്ത് എല്ലാവർക്കും ഒരു യോജിപ്പുണ്ടല്ലോ. തെറ്റായി ഇങ്ങനെ ഏറ്റവും സാധാരണക്കാർക്ക് കിട്ടേണ്ട സഹായത്തെ തടയാൻ വേണ്ടി നിലപാടെടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ അത് തെറ്റായി നമ്മൾ വേറെ ഒരാൾ എടുക്കാൻ പാടില്ല. അത് തെറ്റാണ്. കോട്ടക്കൽ പോലെ മറ്റ് മുനിസിപ്പാലിറ്റികളുണ്ട് അങ്ങനെ. ഞാൻ ആ കോട്ടക്കൽ നിന്ന് ഞാൻ പറഞ്ഞില്ല, ഒരു മുനിസിപ്പാലിറ്റി ഞാൻ പറഞ്ഞില്ല. അതിപ്പം ഏത് മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും പഞ്ചായത്തിലും എടുത്താലും തെറ്റായ ആളുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അത് വാങ്ങുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണ്. അവർ തന്നെ വാസ്തവത്തിൽ ഇത്തരം സംഭവങ്ങൾ അറിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇത് വാങ്ങേണ്ടതില്ല എന്ന് സ്വയം തോന്നേണ്ട ഒരു കാലമാണ്. കാരണം അത്രയേറെ ആളുകൾ വാങ്ങുന്നതിനകത്ത് തെറ്റായിട്ട് പലരും കടന്നു വരാം. അത് പരിശോധിക്കപ്പെടും, സാമൂഹ്യമായി നോക്കും. നിങ്ങളുടെ പഞ്ചായത്ത് വാർഡിൽ ഉള്ള ആളുകൾ ചെറിയ നമ്പറല്ല. ഒരു അസംബ്ലി മണ്ഡലമൊക്കെ വരുമ്പോൾ 40,000 45,000 പേര് പെൻഷൻ വാങ്ങുന്നുണ്ടാവും. അല്ലെങ്കിൽ കേരളത്തിലാകെ വന്ന 62 ലക്ഷം പേര് വാങ്ങുന്നുണ്ടാവും. അതിനകത്ത് ചെറിയ തെറ്റുകളുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ അത് നോക്കേണ്ടതാണെന്നേ ഉള്ളൂ. ക്ലീൻ ചെയ്തെടുക്കാൻ ആലോചിക്കുന്നുണ്ട്. അത് ഇത് പൊതുവിൽ എല്ലായിടത്തും പരിശോധിക്കുക. ഇത് പുതിയൊരു കാര്യമല്ല. ഇതിപ്പോൾ വന്നതുകൊണ്ടും നിങ്ങൾ റിപ്പോർട്ട് കണ്ടതുകൊണ്ടാണ്. സാധാരണ ആ പരിശോധന നടക്കുന്നുണ്ട്. ആ പരിശോധന മസ്റ്ററിങ് അതാണ്. മരിച്ചുപോയ ആളുകൾ പലപ്പോഴും മസ്റ്റർ ചെയ്തില്ലെങ്കിൽ അവരുടെ അക്കൗണ്ടിലേക്ക് പണം പൊയ്ക്കൊണ്ടിരിക്കും. അതിനൊക്കെയാണ് ഇത് ചെയ്യുന്നത്. ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ വകുപ്പുകൾ ആണ് നടപടിയെടുക്കണമെന്ന് പറഞ്ഞു. ഈ വകുപ്പുകൾക്ക് ഈ ലിസ്റ്റും പേര് വിവരങ്ങളൊക്കെ കൈമാറിയോ? ഇത് അതത് വകുപ്പുകളോടാണ് അത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതങ്ങോട്ട് കൈമാറാൻ വേണ്ടി ഫയൽ പോയിട്ടുണ്ട്. അപ്പൊ അതിൽ ഒരു നടപടി കൃത്യമായി ഉണ്ടാകുന്നു എന്ന് ധനവകുപ്പ് അതിന്റെ തുടർച്ചയായിട്ട് ആ കാര്യം ഉറപ്പുവരുത്തും. അതവർ നോക്കുമല്ലോ. ശക്തമായ നടപടി ഉണ്ടാകും, അത് ഉറപ്പുവരുത്തുമെന്നുള്ളതാണ് ഈ ക്ഷേമ പെൻഷൻ വിതരണത്തിലെ തട്ടിപ്പിനെ കുറിച്ച് ധനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം എത്ര പേർ കൃത്യമായി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നോ അവരിൽ നിന്ന് പിടിച്ചെടുക്കാനുള്ള തുക എത്രയാണെന്നോ അത് പിടിച്ചെടുക്കുമോ നടപടി ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ അദ്ദേഹം നൽകിയില്ല. നേരത്തെ സൂചിപ്പിച്ചത് കടപ്പുറം ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് നവജാത ശിശു വൈകല്യത്തോടെ ജനിക്കാനിടയായ സംഭവമാണ്. ആ സംഭവത്തിൽ ആരോഗ്യവകുപ്പ് വിദഗ്ധ സംഘം കുഞ്ഞിനെ പരിശോധിച്ചു. ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. നിഷ ചേരുന്നു വിവരങ്ങളുമായി. നിഷ, ഈ കുഞ്ഞിനെ പരിശോധിച്ച ശേഷം വിദഗ്ധ സംഘം എന്താണ് മാതാപിതാക്കളെ അറിയിച്ചത്? ഈ ചികിത്സാ രേഖകളൊക്കെ പരിശോധിച്ച ശേഷം ആശാവഹമാണോ? ഗ്രൂപ്പ് അഡീഷണൽ ഡയറക്ടർ വി മീനാക്ഷിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് ഇന്ന് രാവിലെ 11 മണിയോടെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി ഈ കുഞ്ഞിനെ പരിശോധിച്ചത്. നിലവിൽ കുഞ്ഞിന്റെ ആരോഗ്യനിലയിൽ ഗുരുതരമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് വിദഗ്ധ സംഘത്തിന്റെ വിലയിരുത്തൽ. മാതാപിതാക്കളോട് കുഞ്ഞിന്റെ നിലവിലെ ഒരു അവസ്ഥയെക്കുറിച്ചും ചോദിച്ചറിഞ്ഞു. മാത്രമല്ല ഈ ഗർഭകാലത്ത് നടത്തിയ പരിശോധനകളടക്കം അതേക്കുറിച്ചൊക്കെ കുഞ്ഞിന്റെ അമ്മയോടും അച്ഛനോടും വിദഗ്ധ സംഘം ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനി വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ട് വന്ന ശേഷമായിരിക്കും തുടർ ചികിത്സ ഏത് രീതിയിൽ പോകണമെന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാകുക. ആലപ്പുഴയിൽ തന്നെ അതിനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കാം എന്ന ഒരു കാര്യം അറിയിച്ചിട്ടുണ്ട് എന്നും കുഞ്ഞിന്റെ പിതാവ് അനീഷ് മുഹമ്മദ് പറയുന്നുണ്ട്. ആ വിദഗ്ധത്തിന്റെ പരിശോധനയിൽ തൃപ്തിയുണ്ടെന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ട് സഹായം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നുമാണ് കുഞ്ഞിന്റെ കുടുംബം പ്രതികരിച്ചത്. എന്തായാലും ഈ കുഞ്ഞിന്റെ ചികിത്സ സംബന്ധിച്ച രേഖകളെല്ലാം തന്നെ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം വിശദമായി തന്നെ പരിശോധിച്ച് ഈ കുട്ടിയെ ചികിത്സിച്ച ഡോക്ടർമാരിൽ നിന്നും വിദഗ്ധ സംഘം കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനി റിപ്പോർട്ട് വന്ന ശേഷമായിരിക്കും തുടർ ചികിത്സ ഏത് രീതിയിൽ വേണം എന്നുള്ള കാര്യത്തിലേക്കൊക്കെ വരിക. എന്തായാലും ഈ കുഞ്ഞിന്റെ അമ്മ സുറുമി ആലപ്പുഴ ഡിവൈഎസ്പിക്കും ഈ സ്കാനിംഗ് സെന്റർ അടക്കമുള്ള സ്ഥാപനങ്ങളെ കുറിച്ച് പരാതി നൽകിയിരുന്നു. ഈ പരാതിയിലൊക്കെ അന്വേഷണം നടത്തും. ഇതിനായി ഈ ചികിത്സാ രേഖകൾ ഹാജരാക്കാൻ ആലപ്പുഴ ഡിവൈഎസ്പി MR മധുബാബു കുടുംബത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ഇന്നിപ്പോൾ രാവിലെ ഇവർക്ക് ഇവിടെ ഈ ആശുപത്രിയിൽ കുഞ്ഞുമായി വരണമായിരുന്നു. അതിനുശേഷം ഉച്ച കഴിഞ്ഞ് ഡിവൈഎസ്പി ഓഫീസിൽ ഇവർ ഈ ചികിത്സ സംബന്ധിച്ച രേഖകൾ ഹാജരാക്കും. പിന്നീടായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള പാകപ്പിഴകളൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലീസിന്റെ അന്വേഷണം നടക്കുക. കുഞ്ഞിന്റെ ആരോഗ്യനില
നിലവിൽ ഗുരുതരമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോകുന്നു എന്നാണ് വിദഗ്ധ സംഘം പരിശോധിച്ച് വിലയിരുത്തിയിട്ടുള്ളത്. ഈ വിദഗ്ധ സംഘം ഈ കുഞ്ഞിന്റെ ആരോഗ്യനില പരിശോധിക്കുന്നതിന് വേണ്ടി മാത്രമാണോ വന്നത്, അതോ ഇതെങ്ങനെ സംഭവിച്ചു, എവിടെ പാളിച്ച പറ്റിയിട്ടുണ്ട് എന്നുകൂടി അവർ തിരക്കിയിട്ടുണ്ടോ? തന്നെയാണ്. അതായത് 2 ലാബുകളിൽ, ആലപ്പുഴ ജില്ലയിലെ 2 സ്വകാര്യ ലാബുകളിലാണ് ഈ കുഞ്ഞിന്റെ അമ്മ ഗർഭകാലത്തിന്റെ ആദ്യഘട്ടം മുതൽ സ്കാനിങ്ങിന് വിധേയമായത്. 7 തവണ സ്കാനിങ് നടത്തിയെന്നവർ പറയുന്നുണ്ട്. ഈ ലാബുകളിലെ പരിശോധനാ റിപ്പോർട്ട് അടക്കമുള്ളവ പരിശോധിക്കുകയും ലാബിലെ ഡോക്ടർമാർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ ഡോക്ടർമാരിൽ നിന്നുമൊക്കെ വിദഗ്ധ സംഘം കാര്യങ്ങൾ ചോദിച്ചറിയും. ലാബുകളിലും ഇവർ പരിശോധന നടത്തും എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെത്തി കുഞ്ഞിനെ പരിശോധിച്ചു. ആദ്യം അവർ ചെയ്ത കാര്യം അതാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെത്തി കുഞ്ഞിനെ വിശദമായി തന്നെ പരിശോധിച്ചു. കുഞ്ഞുമായി കുറുമിയും അനീഷും 11 മണിയോടുകൂടി തന്നെ ഇവിടെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി. അവിടെ വെച്ചാണ് കുഞ്ഞിനെ വിശദമായി തന്നെ പരിശോധിച്ചത്. തുടർന്ന് ഇവർ ഈ ലാബുകളിലും പോയി പരിശോധന നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ശരി, മാതാപിതാക്കൾ പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. ശരണമെന്റെ അയ്യപ്പ. ശരണമെന്റെ അയ്യപ്പ. പവർഡ് ബൈ അഴകുള്ള മുടിക്ക് വേണം ടോട്ടൽ കെയർ ഫ്രം AVA. കോ പവർഡ് ബൈ ഇനി എന്നും നിങ്ങളുടെ പ്രഭാത ഭക്ഷണം BKD സ്റ്റീം പുട്ടുപൊടി, റിച്ച് ആൻഡ് സോഫ്റ്റ്. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. ആതുര സേവന രംഗത്ത് സമർപ്പിത സേവനത്തിന്റെ 50 വർഷങ്ങൾ. ഭാരത് ഹോസ്പിറ്റൽ ഇൻ അസോസിയേഷൻ വിത്ത് GDS സുബാസന അഗർബത്തീസ്. ഇനി ആനന്ദം നിറയട്ടെ ഓരോ ആരംഭത്തിലും. മകരജ്യോതി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, പൂനെ, മഹാരാഷ്ട്ര. ഇനി നമ്മുടെ വീട്ടിൽ ഉദയഭാരത് കലണ്ടർ തന്നെ. വ്രതശുദ്ധിയുടെ നാളുകളിൽ വീടെങ്ങും ഉയരട്ടെ മകരനക്ഷത്രങ്ങൾ. ആർഷ പ്യൂർ പൂജ പ്രൊഡക്ട്സ്. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. സന്നിധാനം വിരിവയ്പ് കേന്ദ്രത്തിൽ മാലിന്യം നീക്കം ചെയ്യാതിരുന്ന ദേവസ്വം ബോർഡ് നടപടിയെ വിമർശിച്ച് ഹൈക്കോടതി. 15 മുതൽ തീർത്ഥാടകർ എത്തിത്തുടങ്ങിയിട്ടും 27നാണോ വൃത്തിയാക്കിയതെന്ന് കോടതി ചോദിച്ചു. 15-ാം തീയതി വിരിവയ്പ് കേന്ദ്രത്തിൽ മാലിന്യം ഉണ്ടായിരുന്നെങ്കിൽ ഗൗരവകരമെന്ന് കോടതി നിരീക്ഷിച്ചു. ചാനലുകളിൽ വാർത്ത വരുന്നതിന് മുൻപ് വിരിവയ്പ് കേന്ദ്രം വൃത്തിയാക്കിയതായി എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചപ്പോഴായിരുന്നു വിമർശനം. വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാനും നിർദ്ദേശം നൽകി. സന്നിധാനത്തെ വിരിവയ്പ് കേന്ദ്രത്തിൽ മാലിന്യം നിറഞ്ഞ വാർത്ത ജനം TV ആയിരുന്നു പുറത്തുവിട്ടത്. ശബരിമലയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ഭക്തജന തിരക്കും വരുമാനവും വർദ്ധിച്ചെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. 12 ദിവസത്തെ കണക്കിൽ 3 ഇരട്ടി വർധനയാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ ഉണ്ടായിരിക്കുന്നതെന്ന് ബോർഡ് പ്രസിഡന്റ് P. പ്രശാന്ത് പറഞ്ഞു. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുമെന്ന അയ്യപ്പ ഭക്തർ ആദ്യം എത്തുന്ന സ്ഥലമാണ് ഇടുക്കിയിലെ കമ്പംമേട്ട്. ഇവിടെ ഇടത്താവളം ഒരുക്കുമെന്ന് മാറി മാറി വന്ന സർക്കാരുകൾ പ്രഖ്യാപിച്ചെങ്കിലും ഇത്തവണയും അത് യാഥാർത്ഥ്യമായില്ല. പരിമിതമായ താൽക്കാലിക സൗകര്യം മാത്രമാണ് കമ്പംമേട്ടിൽ ഭക്തർക്കായി ഒരുക്കിയിട്ടുള്ളത്. ഇത്തവണയും കമ്പംമേട്ടിലൂടെയുള്ള ഭക്തരുടെ തീർത്ഥാടന കാലം കഠിനമാണ്. മകരവിളക്ക് സീസണിൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തരാണ് ഇടുക്കിയിലെ അതിർത്തിയിലുള്ള കമ്പംമെട്ട് വഴി കടന്നു വരുന്നത്. തിരക്ക് കൂടുമ്പോൾ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ ഭക്തർ കമ്പംമെട്ട് വഴിയാണ് ശബരിമലയിലേക്ക് പോകുന്നത്. ഈ സാഹചര്യത്തിലാണ് കമ്പംമെട്ടിൽ സ്ഥിരം ഇടത്താവളം സ്ഥാപിക്കുവാൻ 2019 ബജറ്റിൽ 4 കോടി രൂപ സർക്കാർ വകയിരുത്തിയത്. സ്ഥലം ഏറ്റെടുത്ത് കൈമാറുന്നതിന് കരുണാപുരം പഞ്ചായത്ത് നടപടിയും തുടങ്ങി. ഇടത്താവളത്തിനായി കമ്പംമെട്ട് കമ്മ്യൂണിറ്റി ഹാളിന് സമീപം സ്വകാര്യ എസ്റ്റേറ്റ് സൗജന്യമായി വിട്ടു നൽകിയ 20 സെന്റ് അടക്കം 65 സെന്റ് സ്ഥലം വാങ്ങി കരുണാപുരം പഞ്ചായത്ത് രജിസ്ട്രേഷൻ നടപടിയും പൂർത്തിയാക്കി. 5 വർഷത്തിനിപ്പുറവും ഇടത്താവളത്തിന് ആവശ്യമായ നടപടികൾ ഒന്നും തന്നെ ഇവിടെ ആരംഭിച്ചിട്ടില്ല. നിലവിൽ ഇവിടെ ഒരു ഇടത്താവളം പ്രഖ്യാപനമൊക്കെ ഉണ്ടായിരുന്നു കമ്പംമേട്ടില്. പക്ഷേ നിലവിലെ ഇവിടുത്തെ ഇടത്താവളത്തിന്റെ ഒരു അവസ്ഥ എന്താണ്? ഭക്തർക്ക് എന്തെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാത്തൊരവസ്ഥയിൽ ഇപ്പോഴും ഉള്ളത്. ഇത് ഇടത്താവള പ്രഖ്യാപനം തുടങ്ങിയ ആ കാലം മുതൽ മണ്ഡല മകരവിളക്ക് ആരംഭിക്കുന്നതിന് ഒരു 10-15 ദിവസം അല്ലെങ്കിൽ 10 ദിവസം, മാക്സിമം ഒരു 10 ദിവസം മുമ്പ് വന്ന് അവിടെ ഇവിടെ കുറച്ച് മണ്ണിടുക, കുറച്ച് കാട് വെട്ടുക, ബാത്റൂമുകളൊന്ന് ക്ലീൻ ചെയ്യുക. ഇതല്ലാതെ കൊണ്ട് ഈ പ്രഖ്യാപനത്തിന് ശേഷം ഇവിടെ ഒന്നും നടന്നിട്ടില്ല. എല്ലാ വർഷവും ഞങ്ങൾ ആവശ്യപ്പെടുന്നതാണ്. അയ്യപ്പ സേവാ സമിതിയും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ എല്ലാവരും ഇതിനകത്ത് ആവശ്യപ്പെടുന്നതാണ്. ഇവിടെ ഇടത്താവളം വേണം. നിരവധി ഭക്തർ ഇവിടെ ഇതുവഴി പോകുന്നതാണ്. കാരണം ഇന്നിപ്പോൾ 12 വിളക്ക് കഴിഞ്ഞാൽ അന്നേരം തന്നെ ഇതുവഴി അയ്യപ്പന്മാരെ കയറ്റി വിടും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഒന്ന് ബാത്റൂമിൽ പോകാൻ അതിനുള്ള ഒരു കാരണം അറിയത്തില്ല. മെയിനായിട്ട് ഇടത്താവളം എവിടെയാണെന്നുള്ളതിന് അതിനുള്ള വേണ്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളില്ല. ഈ പ്രഖ്യാപനങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ. നിലവിൽ ഭക്തർക്കായി ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങൾ പരിമിതമാണ്.
പഴക്കം ചെന്ന കമ്മ്യൂണിറ്റി ഹാളിൽ ഏതാനും കസേരകൾ മാത്രം. ശുചിമുറികൾ ഇതുവരെ തുറന്നു കൊടുത്തിട്ടില്ല. ഷെഡുകൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ചുറ്റുവട്ടമാകെ ചെളിക്കുളവും. ഇത്രയും ഹീനമായ അന്തരീക്ഷത്തിൽ വേണം ഭക്തർ വിരിവെച്ച് വിശ്രമിക്കാൻ. ഭക്തർക്ക് പ്രാഥമിക ആവശ്യം നിറവേറ്റുന്നതിനുള്ള സൗകര്യങ്ങളടക്കം ഇവിടെ ഒരുക്കേണ്ടതായിട്ടുണ്ട്. അടിയന്തരമായി സർക്കാർ പ്രഖ്യാപിച്ച ഇടത്താവളത്തിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. അടുത്ത സീസണിലെങ്കിലും ഭക്തരുടെ ദുരിതയാത്രയ്ക്ക് അവസാനമാകുമല്ലോ. സുബിൻ തോമസ്, ജനം, ഇടുക്കി. പുണ്യം പൂങ്കാവനം. നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിലും അയ്യന്റെ പൂങ്കാവനത്തിലേക്ക് മല കയറി ഓരോ ദിവസവും എത്തുന്നത് ടൺ കണക്കിന് പ്ലാസ്റ്റിക്. പ്രകൃതിക്കും മനുഷ്യനും വന്യജീവികൾക്കും വലിയ ദോഷമുണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും ശബരിമലയിൽ കുമിഞ്ഞുകൂടുകയാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ. ഇത് ശബരിമല എന്ന കാനന ക്ഷേത്രത്തിന് ദൂരവ്യാപകമായ പ്രത്യാഘാതമാണ് ഉണ്ടാക്കുന്നത്. പുണ്യമാണ് പൂങ്കാവനം. പവിത്രമായി പരിശുദ്ധിയോടെ പരിപാവനമായി കാത്തു സൂക്ഷിക്കേണ്ട അയ്യന്റെ തിരുസന്നിധി. പക്ഷേ ഇനിയുള്ള കാഴ്ചകൾ അത് കണ്ണു തുറന്നു തന്നെ കാണണം. കർശനമായ നിയന്ത്രണമുണ്ട്, അതിനുപരിയായി കൃത്യമായ നിർദ്ദേശങ്ങളും. പക്ഷേ എന്നിട്ടും എങ്ങനെയാണ് മല കയറി ഇങ്ങനെ പ്ലാസ്റ്റിക് നിർബാധം എത്തുന്നത്? അറിഞ്ഞോ അറിയാതെയോ ഭക്തർ തന്നെ കൊണ്ടുവരുന്നതാണ് ഇതിലേറെയും. പവിത്രമായ ഇരുമുടിക്കെട്ടിലേറിയാണ് ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് സന്നിധാനത്തേക്ക് എത്തുന്നതെന്നാണ് അധികൃതർ പറയുന്നത്. സാമ്പ്രാണിയും കർപ്പൂരവും മഞ്ഞപ്പൊടിയുമെല്ലാം പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് സന്നിധാനത്തേക്ക് വരുന്നു. ഇങ്ങനെ കൂമ്പാരമായി കിടക്കുന്നു. കേവലം നിർദ്ദേശങ്ങൾക്കപ്പുറം ഇതിന്റെ ദോഷത്തെക്കുറിച്ച് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് അടക്കമെത്തുന്ന തീർത്ഥാടകരെ ബോധ്യപ്പെടുത്തുന്നില്ല. തീർത്ഥാടനകാലം തുടങ്ങി ആദ്യ 2 ആഴ്ചയിൽ തന്നെ ഇതാണ് അവസ്ഥയെങ്കിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനകാലം അവസാനിക്കുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? ഭക്തർ അറിയാതെ ചെയ്യുന്ന ഈ തെറ്റ് പരിസ്ഥിതിക്ക് വലിയ ദോഷമാണ് ഉണ്ടാക്കുന്നത്. ഇത് മനസ്സിലാക്കണം ഓരോ ഭക്തനും. പ്ലാസ്റ്റിക് ശബരിമലയിലേക്ക് കൊണ്ടുവരില്ല എന്ന് ഉറച്ചു വേണം ഓരോ ഭക്തനും മല കയറാൻ. പഴുതുകളില്ലാത്ത നിയന്ത്രണം വേണം, കൃത്യമായ ബോധവൽക്കരണവും. അയ്യന്റെ തിരുസന്നിധിയെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. സന്നിധാനത്തു നിന്നും ടീം ജനം. ആന എഴുന്നള്ളിപ്പിലെ ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവത്തിന് തുടക്കം. ആനകളെ 2 നിരയാക്കി നിർത്തിയാണ് ശീവേലിക്ക് എഴുന്നള്ളിച്ചത്. ഇന്ന് വൈകിട്ട് 7:30-ക്കാണ് 8 ദിവസം നീണ്ടു നിൽക്കുന്ന വൃശ്ചികോത്സവത്തിന് കൊടിയേറുക. രേഷ്മ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. എറണാകുളം തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവം തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിലടക്കം ക്ഷേത്രത്തിലെ ആന എഴുന്നള്ളിപ്പുമായിട്ടുള്ള വിഷയം വലിയ രീതിയിൽ ചർച്ചയായ ഒരു സാഹചര്യമുണ്ട്. അതായത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആചാരം എന്ന് പറയുന്നത് 15 ആന പുറത്ത് എഴുന്നള്ളിപ്പാണ്. അത് പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ആന എഴുന്നള്ളിപ്പിലെ മാർഗനിർദ്ദേശങ്ങളിൽ ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം പാലിക്കണമെന്നുള്ള ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. അത് സംബന്ധിച്ചുള്ള ഒരു ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഭാരവാഹികൾ കോടതിയെ സമീപിച്ചത്. അക്കാര്യത്തിൽ ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്താൻ സാധിക്കില്ല. ഒപ്പം തന്നെ കൃത്യമായിട്ട് ഈ അകലം പാലിച്ചുകൊണ്ട് നടത്താമെന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചു. ഇന്ന് ഇവിടെ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരെത്തി ഈ അകലം പാലിച്ചുകൊണ്ട് 3 മീറ്റർ അകലം 2 ആനകൾ തമ്മിൽ വേണമെന്നുള്ള ഹൈക്കോടതി ഉത്തരവിൻ പ്രകാരമുള്ള നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും ആന എഴുന്നള്ളിപ്പ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ദേവസ്വം ഓഫീസർ ജനം ടിവിയോടൊപ്പം ചേരുകയാണ്. എങ്ങനെയായിരുന്നു ക്രമീകരണങ്ങളൊക്കെ? കോടതി നിർദ്ദേശം മാനിച്ചുകൊണ്ട് കോടതി പറയുന്ന അതേ മാനദണ്ഡപ്രകാരം തന്നെയാണ് ഉത്സവം നടത്തിയത്. മുൻവർഷങ്ങളിലും ഈ ആനകൾ തമ്മിലുള്ള അകലവും മാത്രമായിരുന്നു നമ്മൾ മുൻവർഷങ്ങളിലും നമുക്ക് ഈ രീതിയിൽ നടത്താൻ പറ്റാതിരുന്നത്. ബാക്കി കോടതി പറയുന്ന എല്ലാ കാര്യങ്ങളും മുൻവർഷങ്ങളിലെ തന്നെ നമ്മൾ ചെയ്യാറുണ്ട്. ആനയ്ക്ക് മതിയായ വിശ്രമം, നല്ല രീതിയിലുള്ള ഭക്ഷണം തുടങ്ങി ഈ എല്ലാ കാര്യങ്ങളും കോടതി ഇപ്പം നിർദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും, ഈ അകലം ഒഴിച്ചുള്ള എല്ലാ കാര്യങ്ങളും മുൻവർഷങ്ങളിൽ ദേവസ്വം കൃത്യമായിട്ട് പാലിക്കാറുണ്ട്. ഇത്തവണ ഈ 3 മീറ്റർ ദൂരം എന്നുള്ള കാര്യം മാത്രത്തിലാണ് നമുക്കൊരു ആശങ്ക ഉണ്ടായിരുന്നത്. എന്നാലും അതും രാവിലെ തന്നെ വനം വകുപ്പ് വന്ന് അവർ കൃത്യമായി മാർക്ക് ചെയ്ത് തന്ന പോലെ തന്നെ 3 മീറ്റർ അകലത്തിൽ തന്നെ എഴുന്നള്ളിക്കാൻ സാധിച്ചു. വേറെ
മറ്റു തരത്തിലുള്ളൊരു ചെറിയ ഈ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായത്. 15 ആനയെ ആനക്കൊട്ടിൽ എഴുന്നള്ളിച്ചിരുന്ന് വിട്ടിട്ട് ഒന്ന് ഇറക്കി നിർത്തേണ്ടി വന്നു എന്ന് മാത്രമാണ് ഉള്ളത്. ആനക്കൊട്ടിലാണ് സാധാരണ എഴുന്നള്ളിക്കാറുള്ളത്. കാലങ്ങളായിട്ട് ഇത് ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള എഴുന്നള്ളിപ്പാണ്. നമ്മുടെ ഒരു ചരിത്ര പുരാതന രേഖകളിൽ മുഴുവൻ 15 ആന എന്ന് പറയുന്നുണ്ട്. അതെ, 15 ആനപ്പുറത്തുള്ള എഴുന്നള്ളിപ്പ് എന്ന ആനക്കൊട്ടിൽ തന്നെയാണ് ഇവിടുത്തെ ആചാരപ്രകാരം നടക്കാറുള്ളത്. പക്ഷേ ഈ സ്ഥലപരിമിതി എന്നുള്ളത് വെച്ചിട്ടും ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിലെ മാർഗനിർദ്ദേശങ്ങൾ അത് കൃത്യമായിട്ട് പാലിക്കേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പുറത്ത് എഴുന്നള്ളിച്ചത്. 2 വരിയായിട്ട്, കാരണം 3 മീറ്റർ അകലം 2 ആനകൾ തമ്മിൽ വേണമെന്നുള്ളതാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് പാലിക്കാൻ വേണ്ടിയിട്ട് 2 വരിയായിട്ടാണ് ആനകളുടെ എഴുന്നള്ളിപ്പ് നടന്നത്. മൈ ഹോം ഇന്ത്യയുടെ സ്വാമി വിവേകാനന്ദ കർമ്മയോഗി പുരസ്കാരം ഡോക്ടർ വിശ്വാമിത്ര ബാത്രയ്ക്ക് ലഭിച്ചു. മേഘാലയയിൽ വനവാസികൾക്കിടയിൽ നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം. RSS സഹസർകാര്യവാഹ് ഡോക്ടർ കൃഷ്ണഗോപാലും BJP നേതാവ് സുനിൽ ദിയോദറും ചേർന്ന് പുരസ്കാരം സമ്മാനിച്ചു. വനവാസി സമൂഹത്തിന്റെ ഉന്നതിക്കായി ഒഴിഞ്ഞുവെച്ച ജീവിതമാണ് ഡോക്ടർ വിശ്വാമിത്ര ബാത്രയുടേത്. കഴിഞ്ഞ 41 വർഷമായി മേഘാലയയിലെ വനമേഖലകളാണ് കർമ്മകേന്ദ്രം. വനവാസി സമൂഹത്തിന് നൽകിയ സംഭാവന കണക്കിലെടുത്താണ് മൈ ഹോം ഇന്ത്യ സ്വാമി വിവേകാനന്ദ സ്മൃതി കർമ്മയോഗി പുരസ്കാരം വിശ്വാമിത്ര ബാത്രയ്ക്ക് സമ്മാനിച്ചത്. ഡൽഹി ആകാശവാണി ഭവനിൽ നടന്ന ചടങ്ങിൽ മുഖ്യാതിഥി RSS സഹസർകാര്യവാഹ് ഡോക്ടർ കൃഷ്ണഗോപാലായിരുന്നു. मेरा बच्चा देश में कहीं पर भी है तो दैट इज इन माय होम, वो मेरे घर में ही है. വടക്ക് കിഴക്കൻ ജനതയെ ഭാരതത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിൽ RSS വഹിച്ച പങ്ക് നിർണായകമെന്ന് BJP നേതാവും മൈ ഹോം ഇന്ത്യ സ്ഥാപകനുമായ സുനിൽ ദിയോദർ പ്രതികരിച്ചു. लेकिन राष्ट्रीय स्वयंसेवक संघ के स्वयंसेवक थे, प्रचारक निकलने की इच्छा हुई और उनको कहा कि चलो आप डॉक्टर है तो आप वनवासी कल्याण आश्रम के माध्यम से चिकित्सा केंद्र चलाइए. तो पहले तो जाकर बस्तर में रहे और मेघालय आए. उस समय मेघालय की परिस्थिति ऐसी थी साथियों कि जो चेहरा हमारा नॉन ट्राइबल चेहरा है, इस चेहरे को लेकर सूर्यास्त के बाद में बाहर निकलने की कोई कल्पना ही नहीं कर सकता था. कोई भी उसको देखकर आउटसाइडर को वहां डखार बोलते थे और डखार एक तिरस्कार का विषय, इसके पीछे बहुत बड़ा षड्यंत्र चर्च का था. മേഘാലയ ഉൾപ്പെടുന്ന വടക്ക് കിഴക്കൻ മേഖലയിൽ RSS പ്രചാരകനായിരുന്ന സുനിൽ ദിയോദർ 2005 സ്ഥാപിച്ച NGO ആണ് മൈ ഹോം ഇന്ത്യ. നോർത്ത് ഈസ്റ്റിലെ ജനങ്ങളുടെ ഉന്നതി ലക്ഷ്യമിട്ട് തുടങ്ങിയ സംഘടനയ്ക്കിന്ന് ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും സന്നദ്ധ പ്രവർത്തകരുണ്ട്. ജനം, ഡൽഹി. പാലക്കാട് മലമ്പുഴ ജവഹർ നവോദയ വിദ്യാലയത്തിലെ പാചകപ്പുരയിൽ നിന്നും പുഴുവരിച്ച ഭക്ഷ്യസാധനങ്ങൾ പിടികൂടിയ സംഭവത്തിൽ നടപടി വൈകുന്നതായി പരാതി. വിദ്യാർത്ഥികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് രക്ഷിതാക്കൾ എത്തി നടത്തിയ പരിശോധനയിലാണ് പുഴുവരിച്ച പച്ചക്കറിയും മറ്റ് ഭക്ഷ്യവസ്തുക്കളും കണ്ടെത്തിയത്. സംഭവത്തിൽ ജില്ലാ കളക്ടർക്ക് ഉൾപ്പെടെ രക്ഷിതാക്കൾ പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 20-ാം തീയതിയാണ് മലമ്പുഴ ജവഹർ നവോദയ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണത്തിൽ നിന്നും പുഴുവിനെ ലഭിച്ചത്. വിദ്യാർത്ഥികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് പിറ്റേന്ന് രക്ഷിതാക്കൾ സ്കൂളിലെ പാചകപ്പുരയിലും മറ്റും നടത്തിയ പരിശോധനയിൽ കണ്ട കാഴ്ചകൾ ഞെട്ടിക്കുന്നതായിരുന്നു. അഴുകിയ പച്ചക്കറികൾ, പൂപ്പൽ ബാധിച്ച അരിയും പരിപ്പും. രക്ഷിതാക്കൾ വിവരമറിയിച്ചതിനെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സ്കൂളിലെത്തി പരിശോധന നടത്തിയിരുന്നു. മാത്രമല്ല, അഴുകിയ പച്ചക്കറി കൊണ്ടുവന്ന വിതരണക്കാരനെ തിരിച്ചയക്കുകയും ചെയ്തു. സംഭവത്തിൽ ജില്ലാ കളക്ടർക്കുൾപ്പെടെ രക്ഷിതാക്കൾ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും നടപടി വൈകുന്നതായാണ് പരാതി. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർക്കാർ വിദ്യാലയത്തിൽ ഗുണനിലവാരമില്ലാത്ത ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്തു എന്നത് ഗൗരവമേറിയ വിഷയമാണ്. ഈ വിഷയം രക്ഷിതാക്കൾ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഹെൽത്ത് ഇൻസ്പെക്ടർ വന്ന് പിഴ ഈടാക്കുകയും ചെയ്തിട്ടും കരാറുകാരനെതിരെ നടപടിയെടുക്കാത്തത് സംശയകരമാണ്. കരാറുകാരനിൽ നിന്ന് അധ്യാപകർ ഉൾപ്പെടെയുള്ള ആളുകൾ കമ്മീഷൻ കൈപ്പറ്റുന്നുണ്ടോ എന്ന സംശയം ബലപ്പെടുകയാണ്. ഒരു അപകടത്തിലേക്ക് വിദ്യാർത്ഥികളുടെ ആരോഗ്യത്തെ കൊണ്ടുചെന്നെത്തിക്കാതെ അടിയന്തരമായി ഈ വിഷയത്തിൽ പരിഹാരം കാണാനുള്ള നടപടികൾ ജില്ലാ ഭരണകൂടവും ബാലാവകാശ കമ്മീഷനും വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ മലമ്പുഴ MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ട്.
അതേസമയം വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം മാറ്റി നൽകിയെന്നും ഭക്ഷണം നൽകുന്ന കരാറുകാരനെ താക്കീത് ചെയ്തിട്ടുണ്ടെന്നുമാണ് സംഭവത്തിൽ സ്കൂൾ അധികൃതർ പറയുന്നത്. ജനം, പാലക്കാട്. അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്തിന്റെ ഓൾ ഇന്ത്യ ജനറൽ ബോഡി യോഗത്തിന്റെ ഭാഗമായി ദീപശിഖ പ്രയാണം നടത്തി. കണ്ണൂർ യുദ്ധസ്മാരകത്തിൽ നിന്ന് ആരംഭിച്ച ദീപശിഖ പ്രയാണം സമ്മേളന നഗരിയിൽ സമാപിച്ചു. കേണൽ MK ഗോവിന്ദനാണ് യുദ്ധസ്മാരകത്തിൽ വെച്ച് ദീപശിഖ കൈമാറിയത്. സമ്മേളനം നഗരിയിൽ വെച്ച് പൂർവ്വ സൈനിക സേവാ പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് മേജർ ജനറൽ ഡോക്ടർ P. വിവേകാനന്ദൻ ദീപശിഖ ഏറ്റുവാങ്ങി ദീപം തെളിയിച്ചു. നാളെ രാവിലെ പതാക ഉയർത്തി സമ്മേളനം ഔദ്യോഗികമായി ആരംഭിക്കും. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് at 2 PM കാണാം. നമസ്തേ.